ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവകൾ മിക്കതും നിയമവിരുദ്ധമാണെന്ന് അമേരിക്കൻ അപ്പീൽ കോടതി. അടിയന്തര സാമ്പത്തിക സാഹചര്യത്തിലാണ് താരിഫുകൾ പ്രഖ്യാപിച്ചതെന്ന ട്രംപിന്റെ വാദം കോടതി തള്ളി. ഒക്ടോബർ 14-നുള്ളിൽ സർക്കാരിന് സുപ്രീം കോടതിയെ സമീപിക്കാം. അതുവരെ വിധി പ്രാബല്യത്തിൽ വരില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കോടതി നിരീക്ഷണം തള്ളി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അമേരിക്കയെ തകർക്കാനുള്ള നീക്കമാണെന്നും അപ്പീൽ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറക്കുമതി ചുങ്കത്തെ മറ്റ് രാജ്യങ്ങളിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ചെലുത്താനുള്ള ഉപകരണമായി കാണുന്ന ട്രംപിന്റെ വീക്ഷണത്തോട് കോടതി രൂക്ഷമായാണ് പ്രതികരിച്ചത്. തന്റെ താരിഫ് നയങ്ങൾ അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരം അനുവദനീയമാണെന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ ഈ വാദം കോടതി തള്ളുകയും ട്രംപിന്റെ ഭൂരിഭാഗം താരിഫുകളും നിയമവിരുദ്ധമാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്രതീക്ഷിതവും അസാധാരണവുമായ വെല്ലുവിളികളെ നേരിടുന്നതിനായി അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരം പ്രസിഡന്റിന് നൽകിയിട്ടുള്ള വിവേചനാധികാരം ഇത്തരത്തിൽ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിക്കാൻ ഉപയോഗിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ കോടതി വിധിക്കെതിരെ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ആഞ്ഞടിച്ചു. കോടതിയുടെ തീരുമാനം അമേരിക്കയെ നശിപ്പിക്കാൻ പോകുന്നതാണെന്നായിരുന്നു ട്രംപിന്റെ വിമർശനം. കോടതി പറഞ്ഞത് പ്രകാരം മുന്നോട്ടു പോയാൽ അത് അമേരിക്കയെ ദുർബലപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു.